വേലിയേറ്റത്തിൽ വലഞ്ഞ് മൺട്രോത്തുരുത്ത് നടവഴികൾ ഉൾപ്പെടെ ചെളിക്കുളമായി. ചരിത്രത്തിലെ ഏറ്റവും വലിയ വേലിയേറ്റമാണ് ഉണ്ടാകുന്നതെന്ന് നാട്ടുകാർ പറഞ്ഞു. നെന്മേനി തെക്ക് വാർഡിലെ നിരവധി കുടുംബങ്ങൾ വേലിയേറ്റം മൂലം ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. വെള്ളത്തിൽ പല പ്രാവശ്യങ്ങളിൽ കവന്നടിച്ചിട്ട് വീണിട്ടുണ്ട്. ഞങ്ങളിവിടെ മെനങ്ങാന്ന് വീണ് 15 വർഷത്തിൽ കൂടുതലായി ഞങ്ങൾ ഈ എല്ലാ പ്രാവശ്യങ്ങളും മഴയായാലും വെള്ളമായാലും വേലിയേറ്റമായാലും ഞങ്ങൾ കഷ്ടപ്പെടുകയുന്നു. ഞങ്ങൾക്ക് ഒരു വഴി കിട്ടണം, നിർബന്ധമായിട്ട് ഞങ്ങൾക്കൊരു വഴി തന്നാൽ മതി. ഞങ്ങൾക്ക് നടന്നു പോകാനെങ്കിലും ഒരു വഴി ഉണ്ടാക്കി തരണം. ഒരു ഇടവേളയ്ക്കു ശേഷമാണ് മൺട്രോത്തുരുത്തിനെ വേലിയേറ്റം ബാധിക്കുന്നത്. കുറച്ചു വർഷങ്ങളായി ഇല്ലാതിരുന്ന വേലിയേറ്റം ഡിസംബറോടെയാണ് ആരംഭിച്ചത്. ചരിത്രത്തിലെ ഏറ്റവും വലിയ വേലിയേറ്റമാണ് ഇപ്പോൾ ഉണ്ടാകുന്നതെന്ന് നാട്ടുകാർ പറഞ്ഞു. 3 മാസം ഈ വേലിയേറ്റത്തിന്റെ ശല്യം ഇങ്ങനെ ഉണ്ടാവും. പിന്നെ ഞങ്ങൾക്ക് നടന്നു പോകാൻ ഒരു വഴിയില്ല. ഈ ഒരു വഴി വന്നെങ്കിൽ ഞങ്ങൾ വലിയ വെള്ളപ്പൊക്കത്തിൽ നിന്നും കരകയറിയേ. കാരണം കുറച്ച് മണ്ണൊക്കെ മുറ്റത്തൊക്കെ അടിച്ചിടുമ്പോൾ ഒത്തിരി കെടുതികൾ കുറയും. അങ്ങനെ ഞങ്ങൾ ഇവിടെ ഒരു 10-15 വീട്ടുകാർ വലിയ ദുരിതത്തിൽ കിടന്ന് കഷ്ടപ്പെടുകയാണ്. അതിനെന്തെങ്കിലും ഒരു പരിഹാരം കണ്ടെത്തണം. മാസങ്ങളായി തുടരുന്ന വേലിയേറ്റത്തിൽ നടവഴികൾ ചെളിക്കുളമായി. യാത്രാ ദുരിതവും ഏറെയാണ്. നീർത്തടമാണെന്നും പറഞ്ഞ് ഞങ്ങളെ ഇട്ടിരിക്കും. ഞങ്ങളിനി ഇവിടെ എവിടെ പോകാൻ, അല്ലെങ്കിൽ ഞങ്ങൾക്കൊരു കാര്യം ചെയ്യും, എവിടെയും 5 സെന്റ് വസ്തു വീതം എന്താ ഇത് പഞ്ചായത്തോ ആരാന്ന് വെച്ചാൽ എടുത്തോട്ടെ, അപ്പം ഞങ്ങൾ അവിടെ പോയി താമസിച്ചോളാം. അല്ല ഞങ്ങൾ പിന്നെ എന്തോ ഇപ്പം കാല് പോലും വയ്യ നടക്കാനേ. എല്ലാവർക്കും മുട്ടിന് പ്രശ്നമാണ്. എന്ന് വെച്ചാൽ ഈ ചെളിക്കകത്തൂടെ നമ്മളിങ്ങനെ വലിഞ്ഞ് നടന്ന് എല്ലാവർക്കും മുട്ടുവേദനയും, ഒരു മരണം സംഭവിച്ചാൽ പോലും കൊണ്ടുപോകാനാ. ഇത് നോക്ക്, ഒരു വഴിയായ ഇവിടെ ഞങ്ങളുടെ ഈ ഏരിയയെ മാറും, അത് ഞങ്ങൾക്കറിയാം. നെന്മേനി തെക്ക് വാർഡിലെ വിവേകാനന്ദ ക്ലബ്ബ് മുതൽ തോട്ടുമുഖം തോട് വരെയുള്ള 15ഓളം കുടുംബങ്ങൾ ഏറെ ബുദ്ധിമുട്ടിലാണ്. ഗ്രാമപഞ്ചായത്തിലെ വിവിധ വാർഡുകളിലെ റോഡ് നിർമ്മാണത്തിനായി 15 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ടെന്ന് കോവൂർ കുഞ്ഞുമോൻ MLA അറിയിച്ചു. എന്നാൽ തീരദേശ നിയന്ത്രണ മേഖലയായതിനാൽ പദ്ധതികളെല്ലാം ചുവപ്പ് നാടയിൽ കുരുങ്ങിക്കിടക്കുകയാണ്. ഇതോടെ 3 മീറ്റർ വീതിയുള്ള വഴി രേഖകളിൽ മാത്രമായി ഒതുങ്ങുകയാണ്. മുട്ടൊപ്പം ചെളിയിലിറങ്ങാതെ നടക്കാൻ കഴിയില്ല. വൃദ്ധരും രോഗികളും ആശുപത്രിയിൽ പോകുന്നതിന് പോലും കഴിയാതെ വീടുകളിൽ കുടുങ്ങിയ നിലയിലാണ്. ആശുപത്രിയിലൊക്കെ പോകാൻ ഇവിടുന്ന് വെള്ളത്തെ എടുത്ത് കയറ്റിക്കൊണ്ട് കിടക്ക റോട്ടിൽ ചെന്ന് ഒത്ത കയറ്റണം, അല്ല പോകാനൊക്കത്തില്ല. ഇവിടെ വന്ന് താമസമായിട്ട് 52 കൊല്ലമായി. അതിപ്പോൾ 4-5 വർഷം കൊണ്ട് വെള്ളം കയറ്റമുണ്ട്. എന്നാലും ഇപ്പോഴാ കൂടുതൽ ഒരുപാട് കൂടി വരിക, കുറയുന്നില്ല. ഒരാഴ്ച വരും അങ്ങ് പോകും. ഇപ്പം 3 മാസം കൊണ്ടേ വെള്ളമാണ്. വിദ്യാർത്ഥികൾ യൂണിഫോം നനയാതിരിക്കാൻ ഉയർന്ന പ്രദേശങ്ങളിലെ വീടുകളിലെത്തി വസ്ത്രം മാറിയാണ് സ്കൂളുകളിൽ പോകുന്നത്. പിന്നെ നടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വഴി ഉണ്ടെങ്കിലേ ശരിയാവത്തുള്ളൂ. പാവാട മൊത്തം നനഞ്ഞൊക്കെ പോകുന്നത് ഭയങ്കര പാടാ. വഴി എന്തായാലും വേണം. അപ്പയുടെ അങ്ങ് ചെന്ന് ഡ്രസ് ഇട്ടിട്ട് പോകും. ചെരുപ്പ് ഊരി പിടിച്ചിട്ടാ പോകുന്നത്. സെപ്റ്റിക് ടാങ്കുകൾ നിറഞ്ഞതോടെ ശുചിമുറികൾ ഉപയോഗിക്കാൻ കഴിയാത്ത സ്ഥിതിയുണ്ട്. വേലിയേറ്റം കനത്തതോടെ കൈത്തോടുകളിൽ നിന്നും മറ്റും മാലിന്യങ്ങൾ ഒഴുകിയെത്തി വീടുകളുടെ പരിസരങ്ങളിൽ കെട്ടിക്കിടക്കുന്നു. മാസങ്ങളായി മലിനജലം കെട്ടിക്കിടക്കുന്നതിനാൽ സാംക്രമിക രോഗ ഭീതിയിലാണ് ഇവിടെയുള്ളവർ. ബുദ്ധിമുട്ടുകൾ പറഞ്ഞു മടുത്തു. അധികൃതരുടെ ഭാഗത്തു നിന്നും യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ല. എന്നാൽ റിസോർട്ടുകാർക്കും വലിയ മുതലാളികൾക്കും നിയമങ്ങൾ ബാധകമല്ലെന്ന ആക്ഷേപവും പ്രദേശവാസികൾ ഉന്നയിക്കുന്നുണ്ട്. ഇവിടെ ഈ തണ്ണീർത്തടം ഉണ്ട്, തോടുകളുണ്ട്. തോടുകൾ ഉള്ളത് മുതലാളിമാര് അവരുടെ റിസോർട്ടുകൾ കെട്ടുന്നതിനും മറ്റുമായിട്ട് മണ്ണടിക്കുന്നതിനോ നികത്തുന്നതിനോ അതിനൊന്നും ഇവിടെ ഭരണസമിതികൾക്കും മറ്റാർക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും ആർക്കും ഇവിടെ ഒരു തടസ്സവുമില്ല, തർക്കവുമില്ല. പക്ഷേ ഇതുപോലുള്ള ജനങ്ങൾ ഇവിടെ കിടന്ന് ബുദ്ധിമുട്ടുമാണ്. പൈസ ചെയ്യുന്ന അമ്മമാരായാലും സ്കൂളിൽ പോകുന്ന കുട്ടികളായാലും അവർക്കൊന്ന് ഡ്രസ്സ് മാറാൻ പോലും ഇവിടെ വെള്ളം കയറാത്ത വീടുകളിൽ വന്നിട്ടാണ് അവർ വസ്ത്രം വരെ മാറി സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അടിയന്തരമായി റോഡ് നിർമ്മിച്ചു നൽകണമെന്ന ആവശ്യം ഇവർ ഉന്നയിക്കുന്നു. ന്യൂസ് ബ്യൂറോ കുണ്ടറ.